നമുക്ക് തൃക്കാക്കരയിലേക്ക് പോകാം. അവിടെ വിഷ്ണു പ്രകാശുണ്ട്. വിഷ്ണു, ഇവയിൽ പറഞ്ഞ എല്ലായിടത്തും ഒരേ നടപടിക്രമങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഒപ്പം കണക്കുകൂട്ടലുകളൊക്കെ എന്ത് കിട്ടും, എങ്ങനെ കിട്ടും, വോട്ട് കിട്ടുമെന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. എറണാകുളത്തും വളരെ ശ്രദ്ധയാകർഷിക്കുന്ന മണ്ഡലങ്ങൾ ഉള്ളതുമാണ്. എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്? സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഒരു പ്രതീക്ഷയിലാണ് എല്ലാ മുന്നണികളും തന്നെ ഉള്ളത്. ശക്തിയാർന്ന മത്സരം നടക്കുന്ന മണ്ഡലങ്ങൾ, ഇപ്പോൾ കൊച്ചി, തൃപ്പൂണിത്തുറ പോലുള്ള മണ്ഡലങ്ങൾ, കളമശ്ശേരി അടക്കമുള്ള മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ ആ ഒരു പരസ്യപ്രചാരണത്തിൻ്റെ കൊട്ടിക്കലാശത്തിന് ശേഷം ഇന്ന് ഓരോരുത്തരും ഓരോ സ്ഥാനാർത്ഥികളായിട്ടുള്ള ആളുകളൊക്കെ അവരുടെ ഒരു അവസാനവട്ട വോട്ട് ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നിശബ്ദമായിട്ടുള്ള കൂട്ടിക്കിഴിക്കലുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം പ്രധാനപ്പെട്ട പ്രാദേശികമായിട്ടുള്ള പല പ്രസ്ഥാനങ്ങളുടെയും നേതാക്കളെയൊക്കെ അങ്ങനെ നേരിട്ട് കണ്ട് അത്തരമൊരു സംവിധാനമാണ് നടക്കുന്നത്. രാവിലെ തന്നെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള MLA ഓഫീസിൽ, പറവൂരിലുള്ള മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഓഫീസിലൊക്കെ എത്തിയിരുന്നു. അവിടെ എത്തി അങ്ങനെ ഓരോ സ്ഥാനാർത്ഥികളും അവരുടെ അവസാനവട്ട വോട്ട് ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നടക്കുന്നത്. ജില്ലയിൽ 14 മണ്ഡലങ്ങളാണുള്ളത്. അതിൽ തന്നെ 3ഓളം മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരവും നടക്കുന്നുണ്ട്. ത്രികോണ മത്സരം പോലെ തന്നെ അത്രയും ഒരു വാശിയുള്ള മത്സരം നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുള്ളത് മഹാരാജാസ് കോളേജിലാണ്. അവിടെ ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണവുമായി ബന്ധപ്പെട്ട് തൃക്കാക്കര മണ്ഡലത്തിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണമാണ് നടക്കുന്നത്. അല്പം മുൻപാണ് ഈ ഒരു ഇവിടുത്തെയുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചത്. ജില്ലയിൽ മൊത്തം 14 മണ്ഡലങ്ങളുണ്ട്. ഓരോ മണ്ഡലങ്ങളിലും അവരവരുടെ 14 മണ്ഡലങ്ങളിലും അതാത് മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ വിതരണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ജില്ലയിലെ ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3149 പോളിംഗ് സ്റ്റേഷനുകളാണ് ആകെയുള്ളത്. അതിൽ തന്നെ 15,148 ഉദ്യോഗസ്ഥരും വിന്യസിച്ചിട്ടുണ്ട്. രാവിലെ 8 മണിയോടെ തന്നെ ഇങ്ങനെ ഉദ്യോഗസ്ഥരോടൊക്കെ ഇവിടേക്ക് എത്തിപ്പെടാനുള്ള ഒരു നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായി ഓരോരുത്തർ എത്തിച്ചേരുന്ന മുറയ്ക്ക് അവരുടെ അറ്റൻഡൻസ് എല്ലാം രേഖപ്പെടുത്തി ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഓരോ ഉദ്യോഗസ്ഥർ അവരുടെ പോളിംഗ് സാമഗ്രികൾ വാങ്ങിക്കൊണ്ട് പോകുന്നത്. ഇവിടെ തൃക്കാക്കര മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ 250-ന് മുകളിൽ ബൂത്തുകളുണ്ട്. അപ്പോൾ അതിനുവേണ്ട ഉദ്യോഗസ്ഥരെല്ലാം ഒരു സംഘത്തിൽ 4 ഉദ്യോഗസ്ഥരാണ് വരിക. പ്രിസൈഡിംഗ് ഓഫീസറും മറ്റ് 3 പോളിംഗ് ഓഫീസർമാരുമായി അങ്ങനെ ഒരു 4 പേരുടെ സംഘമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ സുരക്ഷയ്ക്ക് വേണ്ട പോലീസ് ഉദ്യോഗസ്ഥരെയും ഇവിടെ വിളിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇവർക്ക് യാത്ര ചെയ്യാൻ വേണ്ട സംവിധാനങ്ങളും എല്ലാം ഏർപ്പാടാക്കിക്കൊണ്ട് വളരെ ആസൂത്രിതമായി തന്നെയാണ് ഇവിടുത്തെ ഒരു പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഉച്ചയോടുകൂടിയാണ് ഈ ഒരു പോളിംഗ് സാമഗ്രികളുടെ വിതരണം അവസാനിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. എല്ലാവിധ സജ്ജീകരണങ്ങളും അതിന് വേണ്ട പോലെ തന്നെ കൃത്യമായിട്ടുള്ള ബോർഡുകൾ സ്ഥാപിച്ച് ഇപ്പോൾ EVM കളക്ട് ചെയ്യേണ്ട സെൻ്ററുകളാണ് ഇവിടെയുള്ളത്. മറ്റു സ്റ്റേഷനറി സാധനങ്ങൾ, അതായത് ഇലക്ഷന് വേണ്ട മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ബോർഡുകളും അതുപോലെ ഇങ്ക്, പേപ്പർ, അത്തരം കാര്യങ്ങളൊക്കെ മറ്റൊരു കേന്ദ്രത്തിൽ സജ്ജീകരിച്ചുകൊണ്ട് ഇവിടെ ഈ എത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കെല്ലാം അവരുടെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത വിധം അവർക്ക് വിശ്രമിക്കാൻ വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി വളരെ ആസൂത്രിതമായി തന്നെ ആ ഒരു പോളിംഗ് പറഞ്ഞതുപോലെ എറണാകുളം ജില്ലയാണ്. അടുത്ത മത്സരം UDFന് എൽക്കാലത്തും ഉറച്ച കോട്ടയായി നിൽക്കുന്ന ഒരു ജില്ലയാണ്. അവിടെ കഴിഞ്ഞ തവണ 9 സീറ്റാണ് പിടിച്ചത്, 5 സീറ്റ്. മാത്രമല്ല അതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അവിടെ പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലമുള്ള ജില്ലയാണ്. മാത്രമല്ല നിയമമന്ത്രി P. രാജീവ് മത്സരിക്കുന്ന ജില്ലയാണ്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത്തവണ ഈ 14 സീറ്റിൽ ആകെയുള്ള 14 മണ്ഡലങ്ങളിൽ 9-ൽ ഒരു 12 ഞങ്ങൾ പിടിച്ചെടുക്കുമെന്ന ഒരു ആത്മവിശ്വാസമൊക്കെ UDF പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ എറണാകുളവും തിരുവനന്തപുരവും ഒക്കെ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന ആളുകൾക്ക് അവകാശമെന്ന് പറഞ്ഞാൽ അവർക്ക് സംസ്ഥാന ഭരണത്തിലേക്ക് എത്താൻ കഴിയുന്ന സാധ്യത കൂടുതൽ.